ഞങ്ങൾ തമ്മിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധം അറിയാത്തവരാ. ഇവർ ലീഗിന്റെ പുറകെ നടന്നു കുറെ നാള് ഇല്ലേ. ലീഗ് ജനാധിപത്യ പാർട്ടിയാണ്, ലീഗ് മതേതര പാർട്ടിയാണെന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഒരു ദിവസം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വയനാട് വെച്ചൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു UDF നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്, LDF പോകാൻ ഒരു കാരണം പോലും ഇല്ലാന്ന് പറഞ്ഞു. ക്ലിയറായി. അന്ന് മുതൽ ഈ മതേതര പാർട്ടിയും ജനാധിപത്യ പാർട്ടിയൊക്കെ മാറിയിട്ട് വർഗീയ പാർട്ടിയായി മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവർ അറ്റാക്ക് ചെയ്യുകയാണ്. മനസ്സിലായ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായി, ഇല്ലാതായി എന്ന് വെച്ചു, ദുർബലമായെന്ന് വിചാരിച്ചു. ആ സ്പേസ് ആരും കൊണ്ടുപോകും? ഞാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോടാണ് എൻ്റെ ചോദ്യം. ആ സ്പേസ് തീവ്രപക്ഷ നിലപാടുകളുള്ള ആളുകൾ കൊണ്ടുപോകും. അതുകൊണ്ട് കേരളം പിന്നെ ഉണ്ടാവോ? ഞാൻ ലീഗിന്റെ സാന്നിധ്യവും ലീഗിന്റെ ശക്തിയും ഉണ്ടാകണം എന്ന് വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. നമ്മൾ എപ്പോഴും കേരളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാവണം. ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷം ഇന്ത്യ മുഴുവൻ കലാപം നടക്കുമ്പോൾ പാണക്കാട് ശിഹാബ് തങ്ങളെടുത്ത സ്റ്റാൻഡ് എന്താ? അപ്പോ ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് ലീഗ് വിട്ടുപോയ ഒരു കക്ഷി തോളത്ത് വെച്ചിട്ടാണ് ഈ CPM നമ്മളോട് സംസാരിക്കുന്നത്. ഏത്? ബാബറി മസ്ജിദ് തകർന്ന കാലത്ത് ലീഗ് തീവ്രമായ നിലപാട് എടുത്തില്ല എന്ന് പരാതി പറഞ്ഞ് ലീഗ് സ്പ്ലിറ്റ് ഒന്നും ഉണ്ടായില്ല, കുറച്ചുപേര് പോയിട്ടുണ്ടാക്കിയ ഒരു പാർട്ടി ഇവരുടെ തോളത്തിരിക്കുകയാണ്.